കൂട്ടുകാരെ, ഇന്ന് ചിങ്ങത്തിലെ വിശാഖമാണ് കേട്ടോ. ഇന്നെൻ്റെ പൊന്നും മോൻ്റെ ബർത്ത്ഡേയാ. അവന് ചെറുപ്പത്തിലെ ഫോട്ടോകൾ പ്രിമു സ്റ്റാറ്റസ് വെച്ചതാട്ടോ ഞാൻ എടുത്ത് ഫോട്ടോ ഇട്ടിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ആവുമേ. അവന് രാത്രി തന്നെ അച്ഛൻ എണീപ്പിച്ചൊരു ഗിഫ്റ്റ് കൊടുത്തു. അത് റെഡ്മിയുടെ ഒരു ടാബാണേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. പിറന്നാൾ സദ്യയൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഉണ്ട്. ഇന്നത്തെ പിറന്നാൾ സദ്യക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നത്തെ പാലട പായസം അവൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അത് ഇലയിലൊഴിച്ച് കഴിക്കണമെന്ന് നല്ല നിർബന്ധം അവന്. അങ്ങനെ ഇലയിലൊഴിച്ച് കഴിച്ച് ഞാനുണ്ടാക്കിയ പായസത്തിന് സൂപ്പർ ടേസ്റ്റാന്ന് പറഞ്ഞേ. അപ്പോഴേക്കും അവൻ്റെ മേമയും മാമന്മാരൊക്കെ കൂടി കേക്കൊക്കെ വാങ്ങിച്ചു വെച്ച് എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ നമ്മൾ വൈകിട്ട് അവിടെ പോയി എല്ലാവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്തു കേട്ടോ. കുഞ്ഞച്ചനും കുഞ്ഞമ്മമ്മയും അച്ചച്ചനും അമ്മൂമ്മയും മേമമാരും മാമനും എല്ലാവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. രണ്ടനിയത്തിമാരും അതിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് തീരുമ്പോഴേക്കും അവരവരെ വയറൊക്കെ നിറയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അപ്പൂന് നല്ലൊരു സമ്മാനം അവൻ്റെ അമ്മൂമ്മയും അച്ഛനും കൂടിയും കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ മാമനതാ കൊണ്ടുവരുന്നു. അവന് കുറേ കാലമായി കാത്തിരുന്നതാണ് ഇങ്ങനത്തെ ഒരു സൈക്കിളിന്. കുഞ്ഞു കുട്ടികളെ പോലെ കളർഫുള്ളായ സൈക്കിളായിരുന്നു അവന് വാങ്ങിച്ചു കൊടുത്തിരുന്നത്. പിന്നെ ഞാൻ മെച്ചേർഡായി വലുതായി വലിയ സൈക്കിൾ വേണമെന്നൊക്കെ പറഞ്ഞു. ഇപ്രാവശ്യത്തെ പിറന്നാൾ അവന് ഒരുപാട് സന്തോഷമുള്ളതാണ് കേട്ടോ. ഒരുപാട് നല്ല ഗിഫ്റ്റുകൾ തന്നെ അവന് കിട്ടിക്കണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വരെ കാത്തിരിക്കുന്നു. 7 മണിക്ക് എണീച്ച് ബ്രഷ് ചെയ്ത് ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ആൾ സൈക്കിളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതുമെന്ന് ഇറങ്ങൽ കണക്കന്നെയായിരിക്കും. എന്ത് കാര്യത്തിനും ഇനി സൈക്കിളും കൊണ്ടേ നടക്കൂ എന്നുള്ളത് ഉറപ്പാണ്. ആളിതാ ചവിട്ടാൻ തുടങ്ങിക്കണം കേട്ടോ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ സൂപ്പർ ആയിരുന്നേ.